ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു മൊഡ്യൂളാണ്, മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ്. മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസിൽ നമ്മൾ ബോർഡ് ആൻഡ് ഗവേണൻസിനെ കുറിച്ചിട്ടും, അതായത് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനെ കുറിച്ചിട്ടും, അവരുടെ ഗവേണൻസ്, അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടല്ലോ, അതായത് കോർപ്പറേറ്റ് ഭരണം അല്ലെങ്കിൽ കമ്പനികളുടെ ഭരണം, അതിനെ സംബന്ധിച്ചിട്ടും, പിന്നെ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, അവരുടെ പൊസിഷൻ, പവർ, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, പിന്നെ ഡയറക്ടേഴ്സിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, പിന്നെ കീ മാനേജീരിയൽ പേഴ്സണൽസ് ആരൊക്കെയാണ്, അങ്ങനെ. പിന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു കോർപ്പറേറ്റ് ഗവേണൻസ്, അതായത് കോർപ്പറേറ്റ് ഭരണം, അതിനെക്കുറിച്ചിട്ടും അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ബിസിനസ്സിലെ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമുക്ക് CSR എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഓൾറെഡി ബിസിനസ് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും CSR എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കമ്പനി മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം, കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് എന്ത്, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, അല്ലേ? നിങ്ങൾ കമ്പനിയുടെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നിയമം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻകോർപ്പറേഷൻ പ്രൊസീജിയറിലൂടെയാണ്, അല്ലേ? ഇൻകോർപ്പറേഷനോ രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെയാണ് ഒരു കമ്പനി രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 കീഴിലാണ്. തുടർന്നുള്ള അതുപോലെ കമ്പനീസ് ആക്ട് 2013 ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിന് കീഴിലാണ് ഇന്ത്യയിൽ കമ്പനികളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റ് മുതൽ ഒരു കമ്പനി നിലവിൽ വന്നതായിട്ട് കണക്കാക്കുകയും ചെയ്യും. നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനിയിൽ പഠിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റ് മുതൽക്കാണ് ഒരു കമ്പനി നിലവിൽ വരുന്നത്. അതേപോലെ നമുക്കറിയാം കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ നേച്ചുറൽ പേഴ്സൺ, അല്ലേ? നമ്മളെപ്പോലെ ഒരു നേച്ചുറൽ പേഴ്സൺ ഒന്നല്ല കമ്പനി. പക്ഷേ ഒരു നേച്ചുറൽ പേഴ്സൺ അവരെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ആർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു കമ്പനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളെപ്പോലെ ഉണ്ണി ഉറങ്ങുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടീനായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് ആക്ടിവിറ്റീസുകൾ ചെയ്യുക, പിന്നെ കമ്പനിയുടെ ഓൺ നെയിമിൽ അവർക്ക് പ്രോപ്പർട്ടീസ് വാങ്ങുക, അതുപോലെ തേർഡ് പാർട്ടിക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കമ്പനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആർക്ക് ചെയ്യാനും കഴിയില്ല, കമ്പനിക്ക് ചെയ്യാനും കഴിയില്ല. പിന്നെ നമുക്കറിയാം കമ്പനിയിലെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഈ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൂടെ ഒരുമിച്ച് അത് മാനേജ് ചെയ്യാനായിട്ടും സാധിക്കില്ല. കാരണം നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാവരും കൂടെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധ്യമാകുന്ന കാരണമല്ല അല്ല. അതിൻ്റെ റീസൺസും നമുക്കറിയാവുന്നതാണ്. ഒന്ന്, ഷെയർ ഹോൾഡേഴ്സ് വൈഡ് ഏരിയയിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇസ് വെരി ലാർജ്, അല്ലേ? നമുക്കറിയാം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ മിനിമം 7 മാക്സിമം അൺലിമിറ്റഡ് ആണ്. അപ്പോൾ എത്ര അംഗങ്ങൾ വേണമെങ്കിലും ഉണ്ടാകും. അപ്പോൾ നോർമലി ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇറ്റ് മേ ബി വെരി ലാർജ്. അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിനും ഈ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം തന്നെ പലപ്പോഴും പല ആളുകളും മറ്റ് ഏതെങ്കിലും രീതിയിൽ അവരെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം കൂടെ എല്ലാവരും കൂടെ ചേർന്ന് നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലല്ല. സോ ദേ എൻട്രസ്റ്റ് ദ ടാസ്ക് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ദെയർ കമ്പനി to their elected
ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ അവരെ തിരഞ്ഞെടുക്കും. ഈ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ മൊത്തത്തിൽ നമ്മൾ എന്തു പറയും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്ന് രൂപീകരിക്കുന്നതാണ് ബോർഡ്. അപ്പോൾ മൊത്തത്തിൽ അവരെ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുകയും ചെയ്യും. ഇനി അപ്പോൾ ഒരു കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടാകാം. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഇൻചാർജ് അവരായിരിക്കില്ല. കാരണം അവർക്ക് ഡേ ടു ഡേ വർക്ക്സ് ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡയറക്ടേഴ്സിൽ നിന്ന് തന്നെ അവരെന്ത് സെലക്ട് ചെയ്യും, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു മാനേജിങ് ഡയറക്ടറെ അവരെ തിരഞ്ഞെടുക്കാറുണ്ട്. ഇനി ചില കമ്പനികൾ മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. മാനേജിങ് ഡയറക്ടറിനെ എടുക്കുന്നതിന് പകരം അവരെ മാനേജേഴ്സിനെയാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യാറ്. ദെൻ സംടൈംസ് ദർ മേ ബി ഹോൾ ടൈം ഡയറക്ടേഴ്സ്. ചില കമ്പനികളിൽ എന്തുണ്ടാവാം, ഹോൾ ടൈം മുഴുവൻ സമയ ഡയറക്ടേഴ്സ് ഉണ്ടാകാം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ മാനേജീരിയൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഹോൾ ടൈം ഡയറക്ടേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സ് ഓർ മാനേജർ ഓർ ചീഫ് എക്സിക്യൂട്ടീവ്സ്. ഇവരാണ് ഒരു കമ്പനിയുടെ മാനേജീരിയൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ബോർഡ് ആൻഡ് ഗവേണൻസിനെ കുറിച്ച് നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ദ ഫ്രെയിംവർക്ക് ഓഫ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ്. അപ്പം എന്താ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്? ഫ്രെയിംവർക്ക് ഓഫ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ്. അതായത് നമ്മുടെ നിയമങ്ങൾ അല്ലേ, റൂൾസിൻ്റെയും പ്രാക്ടീസിൻ്റെയും ആ ഒരു ചട്ടക്കൂടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. വിച്ച് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അൻഷുർ അക്കൗണ്ടബിലിറ്റി, ഫെയർനെസ് and transparency in companies' relationship with all its stakeholders like shareholders, customers, financiers, employees, government and the company. അപ്പോൾ ഒരു കമ്പനിയുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പങ്കാളികൾ അത്രയേ ഉള്ളൂ. അതായത് കമ്പനിയുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആവാം, കസ്റ്റമേഴ്സ് ഉണ്ട്, ഫൈനാൻസിയേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ഗവൺമെൻറ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇവരൊക്കെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഈ കമ്പനിയുടെ എല്ലാ പങ്കാളികളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ, ആ ഒരു ബന്ധത്തിൽ അക്കൗണ്ടബിലിറ്റി അല്ലേ, നമ്മൾ പറയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചുമതലാബോധം എന്നൊക്കെ പറയും. ഉത്തരവാദിത്വം, ഫെയർനെസ്, ന്യായം, അതുപോലെ തന്നെ ട്രാൻസ്പാരൻസി, സുതാര്യത, ഇതൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഡയറക്ടർ ബോർഡിനെ വേണ്ട അവരുടെ ആ ഒരു ഉത്തരവാദിത്വങ്ങളുടെയും നിയമങ്ങളുടെയും ചട്ടക്കൂട്, അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലേ. അപ്പോൾ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതിൽ ഒരു അക്കൗണ്ടബിലിറ്റി, ഫെയർനെസ് ആൻഡ് ട്രാൻസ്പാരൻസി ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്കാണ്? ഡയറക്ടർ ബോർഡിനാണ്. അപ്പോൾ അവരത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട, ഡയറക്ടർ ബോർഡിന് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ പ്രാക്ടീസസ്, അതിൻ്റെ ആ ഒരു ഫ്രെയിം വർക്ക്, അതിനെയാണ് നമ്മൾ ഗവേണൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിം വർക്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി കോർപ്പറേറ്റ് ഭരണ ചട്ടക്കൂട് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ്സ് ആൻഡ് ബെനഫിറ്റ്സ് അല്ലേ. അതായത് ഇവിടെ എന്താ പറയുന്നത്, കമ്പനിയും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോൺട്രാക്ട്സ് ആണ്. ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഷെയർ ഹോൾഡേഴ്സിനൊക്കെ
അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ റൈറ്റ്സ്, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, ബെനഫിറ്റ്സ്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് കമ്പനിയും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള സ്പഷ്ടവും പരോക്ഷവുമായിട്ടുള്ള കരാറുകൾ അല്ലേ. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോൺട്രാക്റ്റ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായിട്ടുള്ളത്, റിട്ടേൺ അല്ലെങ്കിൽ ഓറൽ ഇതിൽ നമ്മൾ എഴുതി തയ്യാറാക്കുന്നത്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോണ്ടാക്റ്റിലൂടെ അതിലൂടെ വരുന്നത് അല്ലേ, നമ്മളുടെ പെരുമാറ്റത്തിലൂടെയോ സംസാരത്തിലൂടെയോ ഒക്കെ വരാവുന്ന ആ ഒരു കരാറാണ്. അപ്പോൾ ആ സ്പഷ്ടവും പരോക്ഷവുമായിട്ടുള്ള കരാറുകൾ ഇതിലെ വരുന്നുണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? പ്രൊസീജിയർ ഫോർ റീകൺസീലിംഗ് ദ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് in accordance with their duties, privileges and rules അല്ലേ. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ പങ്കാളികളുടെ അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക അവകാശങ്ങൾ, ദെൻ അവർക്ക് വേണ്ട റൂൾസ്. അപ്പോൾ അതിന് അനുസൃതമായി അവരുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള താല്പര്യങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർക്ക് മാക്സിമം ഡിവിഡൻഡ് കിട്ടണം അല്ലെങ്കിൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ എംപ്ലോയീസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഹൈ സാലറീസ് ആൻഡ് അതർ ബെനഫിറ്റ്സ്, അതാണ് അവരാഗ്രഹിക്കുന്നത്. ഫൈനാൻസിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറക്റ്റ് പേയ്മെൻറ്റും പിന്നെ പ്രോംപ്റ്റായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് വളരെ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ടാക്സും കാര്യങ്ങളും കറക്റ്റ് ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ താല്പര്യങ്ങൾ അത് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അത് സമന്വയിപ്പിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അത് സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങൾ, നടപടികൾ, അത് ഏതിൽ വരുന്നുണ്ട്? കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ എല്ലാ പങ്കാളികളെയും എല്ലാവരുടെയും താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അത് സമന്വയിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ടതിനാവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ്. ദെൻ providing procedures for proper supervision, control and flow of information to serve as a system of balancing അല്ലേ. ഇപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പ്രോപ്പർ സൂപ്പർവിഷൻ, കൺട്രോൾ, അതുപോലെ തന്നെ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ, ടോപ്പ് ടു ബോട്ടം, ബോട്ടം ടു ടോപ്പ്, അതൊക്കെ കറക്റ്റായിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ട പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിം വർക്കിൽ വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിസം അല്ലേ. മെക്കാനിസം, റിലേഷൻസ് ആൻഡ് പ്രോസസ് ബൈ വിച്ച് ദ കമ്പനി ഈസ് കൺട്രോൾഡ് ആൻഡ് ഡയറക്റ്റഡ്. അപ്പോൾ ഒരു കമ്പനി എങ്ങനെ കൺട്രോൾ ചെയ്യണം, അത് എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ അല്ലേ. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ, റിലേഷൻസ് ആൻഡ് പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഭരണത്തിൽ നമ്മൾ വരുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഇതിൽ വരുന്നു? കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്നു. അപ്പോൾ ഡയറക്ടർ ബോർഡിൻ്റെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത്? ടു എക്സേർട്ട് ഗവേണൻസ് ഓൾ ഓവർ ദ പാർട്ടിസിപ്പൻസ് ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും മേലെ ഈ ഭരണം നിർവഹിക്കുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? ഡയറക്ടർ ബോർഡിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഡയറക്ടർ ബോർഡ് ആരാണ്? ഡയറക്ടർ ബോർഡ്. ദെൻ ഇമ്പോർട്ടൻ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് റിഗാർഡിങ് ഗവേണൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനിയുടെ ബിസിനസ് മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്.
അപ്പോൾ അവിടെ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അതോറിറ്റീസ്, അവരുടെ ഇപ്പോൾ ഈ ഒരു കമ്പനി ബിസിനസ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ട അതോറിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവരെ ഡെലഗേറ്റ് ചെയ്ത് നൽകുന്നുണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക്. അതുപോലെ ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് മുഖേന മറ്റേ ടോപ്പ് മാനേജ്മെൻറ്റ് പേഴ്സണൽസിനൊക്കെ ഇവർ മാനേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവേണൻസിലെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിലെ ബോർഡിൻ്റെ റോൾ എന്ന് പറയുന്നത് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആൻഡ് ഗവേണൻസ്, കമ്പനിയുടെ മാനേജ്മെൻറ്റും അതിൻ്റെ ഭരണവും അത് ഓവർസീ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാനേജ് ചെയ്ത ടോപ്പ് മാനേജീരിയൽ പേഴ്സൺസിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്ടർ ബോർഡിലെ എല്ലാ ഡയറക്ടേഴ്സും എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഇൻചാർജസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ദേ കനോട്ട് അറ്റൻഡ് ദ ഡേ ടു ഡേ വർക്ക്. അപ്പോൾ അവിടെ അവരെന്ത് ചെയ്യാണ്, ഒന്നുകിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ മാനേജിങ് ഡയറക്ടറെ അപ്പോയിൻ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ചില കമ്പനികൾ മാനേജിങ് ഡയറക്ടർക്ക് പകരം വെറും ഡയറക്ടറേനെയാണ് അപ്പോയിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ചില ഡയറക്ടേഴ്സ് ഈ ഒരു ബിസിനസ് കമ്പനി ബിസിനസ്സൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾ ടൈം ഡയറക്ടേഴ്സിനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് പേഴ്സണൽസ് അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാണ് ഗവേണൻസിലെ ബോർഡിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോർഡിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ മാനേജ്മെൻറ്റും ഭരണമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കാണലാണ് ഇവരുടെ ഉത്തരവാദിത്തം. അപ്പം നമുക്ക് നോക്കാം ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ബോർഡിൻ്റെ ഇമ്പോർട്ടൻ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ ബോർഡ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട്, അതായത് ബോർഡിലേക്ക് വേണ്ട ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുക. ദെൻ ബോർഡിൻ്റെ പെർഫോമൻസ്, ബോർഡ് കമ്മിറ്റീസിൻ്റെയും ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജീരിയൽ പേഴ്സണൽസ് അവരെ സെലക്ട് ചെയ്യുക, അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ മാനേജ്മെൻറ്റ് സക്സഷൻ പ്ലാനിങ്, സിംപ്ലി നമ്മൾ സക്സഷൻ പ്ലാനിങ് എന്ന് പറയും, അത് ആഡിക്വേറ്റ് ആൻഡ് പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് ലീഡർഷിപ്പിലെ ഒരു ട്രാൻസിഷൻസ് ഒക്കെ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോൾ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ, ഇപ്പോൾ ഒരു അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് മൂലം എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരുന്ന സമയത്ത് ഈ സക്സഷൻ പ്ലാനിങ് വളരെ ഇതായിരിക്കും. ചുമ്മാ അതിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ടോപ്പ് മാനേജീരിയൽ പേഴ്സൺസ് അവരുടെ താഴെയുള്ള ആളുകളെ കൂടെ ആ ഒരു ജോലി ചെയ്യാനായിട്ട് അവരെ നമ്മൾ റെഡിയാക്കി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ നല്ല നല്ല കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അവർ പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അയാളൊരു സഡൻ ഡെത്ത് ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അതിലവിടെ യാതൊരു തരത്തിലുള്ള വീഴ്ചയൊന്നുമില്ലാതെ അത് പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ പെട്ടെന്ന് അവർക്കൊരാളെ ആവശ്യമായിട്ട് വരും. അപ്പോൾ സാധാരണ കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, താഴെയുള്ള ആളുകളെ ഇതിന് വേണ്ടിയിട്ട് അവരെ റെഡിയാക്കിയിട്ട് നിർത്തും. അപ്പോൾ അതിന് വേണ്ട പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, അപ്പോൾ അതിനെയാണ് നമ്മൾ സക്സഷൻ പ്ലാനിങ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഒരാൾ അപ്രതീക്ഷിതമായിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറിയാലും ഓൺ ദ സ്പോട്ടിൽ ആ സ്ഥാനത്തേക്ക് വരാൻ ഒരാളെ നമ്മൾ ക്യാപ്പബിളാക്കി നിർത്തുക. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതാണ് സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് സക്സഷൻ പ്ലാനിങ് ആഡിക്വേറ്റ് ആൻഡ് പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തുക. അത് ബോർഡാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ സിഗ്നിഫിക്കൻ്റ് കോർപ്പറേറ്റ് ആക്ഷൻസൊക്കെ റിവ്യൂ ചെയ്യുക.
അത് അപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനിയുടെ ആനുവൽ ഓപ്പറേറ്റിംഗ് പ്ലാനും ബജറ്റും റിവ്യൂ ചെയ്യുക, അതിന് അംഗീകാരം നൽകുക. പിന്നെ കോർപ്പറേറ്റ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഗവേണൻസുമായി ബന്ധപ്പെട്ട് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ കൺട്രോള്, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് സിസ്റ്റം, അത് മോണിറ്റർ റിവ്യൂ ചെയ്യേണ്ട ഉത്തരവാദിത്വം ബോർഡിനാണ്. പിന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ റിവ്യൂ ചെയ്ത് അത് പരിശോധിച്ച് അതിന് അപ്രൂവൽ നൽകുന്നത് ബോർഡാണ്. പിന്നെ കമ്പനിയുടെ റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് അല്ലേ. ഇപ്പം നമുക്കറിയാം, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ റിസ്ക് ഇന്നെവിറ്റബിൾ പാർട്ടാണ്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല, പക്ഷേ പരമാവധി നമുക്കത് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ഥാപനങ്ങളിൽ റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ മേൽനോട്ടം വഹിക്കുന്നത് ബോർഡായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം സ്മൂത്തായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ കമ്പനിക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് സൂപ്പർവൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ഒരു ബോർഡിനാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഏതുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ആൻഡ് അപ്പോയിൻമെൻ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ. നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ഇതിന്ന് വരാറുള്ളതാണ്. ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ റിമൂവൽ ആൻഡ് ലയബിലിറ്റീസ് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്, എസ്സേ ക്വസ്റ്റ്യനായിട്ട്. അപ്പോൾ നോക്കാം നമുക്ക്, ഹു ഈസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി ലോ ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു ടേം ഉണ്ടല്ലോ, അതിനൊരു ക്ലിയർ ഡെഫിനിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സെക്ഷൻ 224 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 234 ഡിഫൈൻ ചെയ്യുന്നത് എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. അതായത് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ടറേനെയാണ് നമ്മൾ കമ്പനി ലോയിലെ ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 2013 കമ്പനീസ് ആക്ട് ഡയറക്ടറെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ബോർഡിന് വേണ്ടിയിട്ട്, ബോർഡിലേക്ക് അല്ലെങ്കിൽ ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടറെ നമ്മൾ എന്തു പറയുന്നു? ഡയറക്ടർ എന്ന് പറയുന്നു. അപ്പോൾ ഡിക്ഷണറി മീനിങ് നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി അല്ലേ. കമ്പനിയുടെ മാനേജ്മെൻറ്റ് അത് ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. കമ്പനിയിലെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ആളുകൾക്കും കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയിലെ ഒരു സെലക്റ്റഡ് പേഴ്സൺസ്, അതായത് ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു തരത്തിൽ പോകുകയാണെങ്കിൽ ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഹീസ് എ പേഴ്സൺ അല്ലേ, ഹു ഡയറക്റ്റ്, കണ്ടക്റ്റ്, മാനേജ്മെൻറ്റ്, സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദ ഫങ്ഷനിങ് ഓഫ് എ കമ്പനി അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഡയറക്ടറെ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ദ പേഴ്സൺ ഹു ഡയറക്റ്റ്, കണ്ടക്ട്, മാനേജ്മെൻറ്റ്, സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദി ഫങ്ഷനിങ് ഓഫ് എ കമ്പനി. അപ്പോൾ അവരെ നമ്മൾ എന്തു പറയുന്നു? ഡയറക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ പേഴ്സൺ ഹാവിങ് കൺട്രോൾ ഓവർ ദ direction, conduct, management and superintendent of the affairs of the company.
അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളിൽ അത് മാർഗനിർദ്ദേശം നൽകുക, അത് നടത്തിക്കൊണ്ടുപോകുക, അത് മാനേജ് ചെയ്യുക, അതിനൊക്കെ അധികാരമുള്ള ആളുകളെ നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയും. ദ ഡയറക്ടേഴ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവരെ നമ്മൾ മൊത്തത്തിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നും പറയും. ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് നോക്കാം. എത്ര ഡയറക്ടേഴ്സാണ് ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടത്? അപ്പോൾ എല്ലാ പബ്ലിക് കമ്പനികളിലും അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് എത്ര ഡയറക്ടർ ആവാം? പബ്ലിക് കമ്പനി ആണെങ്കിൽ 3 ഡയറക്ടേഴ്സ് മിനിമം ആണ് കേട്ടോ. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 3 ഡയറക്ടേഴ്സ് ആണ് വരുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് 3 പറയുമ്പോൾ ചുരുങ്ങിയത് 3 ആളെങ്കിലും. അപ്പോൾ മിനിമം 3 ഡയറക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ആണ് വരുന്നത്. പബ്ലിക് കമ്പനീസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് ആണ്. ഇത് രണ്ടും മിനിമം ആണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ആവാം. പിന്നെ 1 പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമ്പനി പഠിച്ചിട്ടുണ്ട്. 1 പേഴ്സൺ കമ്പനിയിൽ എങ്ങനെയാണ്? ഇറ്റ് ഷുഡ് ബി എ മിനിമം ഓഫ് 1 ഡയറക്ടർ. അപ്പോൾ പേരും തന്നെ നമുക്ക് മനസ്സിലാക്കാം. 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ 1 ഡയറക്ടറാണ് നമുക്ക് വരുന്നത്. ഇനി മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണെന്നുള്ളത് നോക്കാം. മാക്സിമം എന്ന് പറയുന്നത് പബ്ലിക് കമ്പനി ആണെങ്കിൽ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? 15 മെമ്പേഴ്സാണ് വേണ്ടത്. 15 ഡയറക്ടേഴ്സാണ്. മുൻപ് അത് 12 ആയിരുന്നു, ഇപ്പം അത് 15 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്താക്കാം? കൂടുതൽ ഡയറക്ടേഴ്സിനെ നമുക്ക് അപ്പോയിൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ആവശ്യമാണ്. ദെൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം, അപ്രൂവൽ മുൻപ് ഓൾറെഡി നമ്മൾ മുന്നേ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണ്ട? അവരുടെ അപ്രൂവൽ ഇല്ലാതെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രത്യേക പ്രമേയം പാസ്സാക്കിക്കൊണ്ട് കൂടുതൽ ഡയറക്ടേഴ്സിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഏത് വരുന്നത്? നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. 2 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ പബ്ലിക് കമ്പനിയിലെ മിനിമം 3 ഡയറക്ടേഴ്സ്, പ്രൈവറ്റ് കമ്പനി മിനിമം 2 ഡയറക്ടേഴ്സ്, 1 പേഴ്സൺ കമ്പനി മിനിമം 1 ഡയറക്ടേഴ്സ്. മാക്സിമം ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 15 ആണ്. മുൻപ് അത് 12 പേഴ്സൺ ആയിരുന്നു, 12 ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ദെൻ കൂടുതൽ ആളുകളെ വേണമെങ്കിൽ, കൂടുതൽ ഡയറക്ടേഴ്സിനെ നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കൊണ്ടുവേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് വുമൺ ഡയറക്ടർ നോക്കാം. സെക്ഷൻ 149 വുമൺ ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വുമൺ ഡയറക്ടേഴ്സിലെ നമ്മൾ പറയുന്നത് എല്ലാ ലിസ്റ്റഡ് കമ്പനികളും അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനികളും അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 crore അതിന് മുകളിലോ അല്ലെങ്കിൽ അവരുടെ ആനുവൽ ടേൺ ഓവർ 300 crores അതിൽ കൂടുതലോ ആണെങ്കിൽ അവരുടെ ഡയറക്ടർ ബോർഡിൽ ചുരുങ്ങിയത് ഒരു വുമൺ ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ എവരി ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി, എവരി ലിസ്റ്റഡ് കമ്പനി ആൻഡ് അൺലിസ്റ്റഡ് കമ്പനി, അവിടെ ഒരു ഡയറക്ടർ വേണം, വുമൺ ഡയറക്ടർ. അതിനാ ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട് വുമൺ ഡയറക്ടർ അപ്പോയിൻ്റ് ചെയ്യണതിന്. ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 crore ഓർ മോർ, 100 കോടിയോ അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ അവരൊരു വുമൺ ഡയറക്ടർ അവരുടെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ആ കമ്പനിയുടെ ടേൺ ഓവർ ഉണ്ടല്ലോ, അവരുടെ വാർഷിക വരുമാനം, അത് 300 crore അതിൽ കൂടുതലോ ആണെങ്കിൽ അവിടെ അവരുടെ
ഡയറക്ടർ ബോർഡിൽ ഒരു വുമൺ ഡയറക്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വുമൺ ഡയറക്ടർഷിപ്പ് അവരെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മുതൽ 6 മാസത്തിനകം അവരെ എന്ത് ചെയ്തിരിക്കണം? ഈ വുമൺ ഡയറക്ടർഷിപ്പ് എന്ന് പറയുന്ന പ്രൊവിഷൻ അവരത് നടപ്പിലാക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനി ആണെങ്കിൽ ഇപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 കോടിയോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ ആനുവൽ ടേൺ ഓവർ 300 crores അതിൽ കൂടുതലോ ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ അവരുടെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് അല്ലേ, ഇൻകോർപ്പറേഷൻ ഡേറ്റ് മുതൽ 6 മാസത്തിനകം ഡയറക്ടർ ബോർഡിലെ അവരുടെ വുമൺ ഡയറക്ടറെ അവരെ അപ്പോയിൻ്റ് ചെയ്തിരിക്കണം. ഇനി ഇൻ്റർമിറ്റൻ്റ് വാക്കൻസി വരാം, ഇടക്കാല ഒഴിവുകളൊക്കെ വുമൺ ഡയറക്ടറുടെ ഉണ്ടാകുകയാണെങ്കിൽ അത് പങ്ക്ച്വലായിട്ട് ആ ബോർഡ് അത് ഫില്ലപ്പ് ചെയ്തിരിക്കണം. അതിലെ വീഴ്ച വരുത്താനൊന്നും പാടില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ ബോർഡ് ആ വേക്കൻസി ഫില്ല് ചെയ്തിരിക്കണം. അതിനവരൊരു ഇത് പറയുന്നുണ്ട്, നോട്ട് ലേറ്റർ ദാൻ ദ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. അടുത്ത ബോർഡ് മീറ്റിംഗിന് മുൻപ് തന്നെ അവരവിടെ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ വേക്കൻസി വന്ന് 3 മാസത്തിനുള്ളിൽ ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വുമൺ ഡയറക്ടറുടെ ഒരു ഇടക്കാല ഒഴിവ് വന്നു കഴിഞ്ഞാലേ ചുരുങ്ങിയത് 3 മാസത്തിനുള്ളിൽ ആ വേക്കൻസി ഫില്ല് ചെയ്തിരിക്കണം. അതല്ല ആ 3 മാസത്തിന് മുൻപായിട്ട് അവരുടെ ബോർഡ് മീറ്റിംഗ് നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ടെങ്കിൽ ആ ബോർഡ് മീറ്റിങ്ങിന് മുൻപായിട്ട് അവരെ അത് ചെയ്തിരിക്കണം. ഇപ്പോൾ സപ്പോസ് നമുക്ക് ബോർഡ് മീറ്റിംഗ് ഇപ്പോൾ വുമൺ ഡയറക്ടറുടെ വേക്കൻസി വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ബോർഡ് മീറ്റിംഗ് എന്ന് വിചാരിക്കുക. അപ്പോൾ ബോർഡ് മീറ്റിംഗ് വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ടെന്ന്, അതായത് 3 monthsനുള്ളിൽ തന്നെ വേക്കൻസി ഫില്ല് ചെയ്തോളണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ വേക്കൻസി വന്ന നെക്സ്റ്റ് മന്ത് ബോർഡ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ ബോർഡ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപായിട്ട് അവരെന്ത് ചെയ്തിരിക്കണം? ആ വുമൺ ഡയറക്ടറുടെ വേക്കൻസി ഫില്ല് ചെയ്തിരിക്കണം. അപ്പം ഇത്രയാണ് നമുക്ക് വുമൺ ഡയറക്ടറെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റെസിഡൻറ്റ് ഡയറക്ടറാണ്. സെക്ഷൻ 149(2) റെസിഡൻറ്റ് ഡയറക്ടർ പറയുന്നത്. അതായത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ അവരുടെ ഡയറക്ടർ ബോർഡിലെ അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ ആരായിരിക്കണം? ഇന്ത്യയിൽ താമസിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുൻപത്തെ കലണ്ടർ ഇയറിൽ 182 ഡേയ്സിൽ കുറയാത്ത കാലയളവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾ, അവരെ നമ്മൾ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡയറക്ടർ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ? ദ പേഴ്സൺ അല്ലേ, അല്ലെങ്കിൽ ഹു ഈസ് എ റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് ഒരു 2 മാർക്സിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാം? ദ പേഴ്സൺ ഹു ഹാസ് സ്റ്റേയ്ഡ് ഇൻ ഇന്ത്യ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 182 ഡേയ്സ് ഇൻ ദ പ്രീവിയസ് കലണ്ടർ ഇയർ. അപ്പോൾ ദ ഡയറക്ടർ who has stayed in India for a total period of not less than 182 days in the previous calendar year. അപ്പോൾ തൊട്ട് മുൻപത്തെ ആ ഒരു കലണ്ടർ ഇയറിലെ 182 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന ആ ഒരു ഡയറക്ടറെയാണ് നമ്മൾ റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഒരു റെസിഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് വരുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് അല്ലേ. സ്വതന്ത്ര ഡയറക്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ റെസിഡൻറ്റ് മാത്രം ഉണ്ടായാൽ പോരാ, വുമൺ ഡയറക്ടറും റെസിഡൻറ്റ് ഡയറക്ടറും പിന്നെ ആരും വേണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും ഉണ്ടായിരിക്കണം. ആരായിരിക്കും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെക്ഷൻ 149(4) ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എവറി ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? എവരി ലിസ്റ്റഡ് പബ്ലിക് കമ്പനി, അത് നോട്ട് ചെയ്യണോട്ടാ, ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയിലെ അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 ഡയറക്ടേഴ്സ്
ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. Then the central government may prescribe the minimum number of independent directors in case of any class or classes of public companies. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യും എങ്ങനെ പബ്ലിക് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ഒരു certain കേസ് ഓർ ക്ലാസ്സസ് ഓഫ് പബ്ലിക് കമ്പനീസിൻ്റെ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എത്രയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു വെക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 ആരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. പിന്നെ നമ്മൾ ചില സമയത്ത് ഇപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ നമ്പർ വരാം ഇല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഡയറക്ടർ ബോർഡിലെ ഡയറക്ടേഴ്സിൻ്റെ എണ്ണം 15 ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. 1/3 നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 5 അല്ലേ? 15 ഡയറക്ടർമാരുണ്ടെങ്കിൽ 5 പേരെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കാം എന്ന് നമുക്ക് പറയാം. 12 ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്ത് പറയാം? 1/3 അതായത് 4 ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം എന്ന് നമുക്ക് പറയാം. സപ്പോസ് നമുക്ക് 14 ഡയറക്ടേഴ്സാണ് നമ്മുടെ ഡയറക്ടർ ബോർഡിലുള്ളത് എന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പോൾ നമുക്ക് എത്ര വരിക? 1/3 എന്ന് പറയുമ്പോൾ 4 അല്ലേ വരിക? പിന്നെ 2 എന്ന് പറയുമ്പോൾ 6 3 18. അപ്പോൾ 4.66 ആണ് വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഫ്രാക്ഷൻ ആവാം 1/3 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മനുഷ്യന്മാരെ നമുക്ക് നേർപകുതിയാക്കാനും മുക്കാൽ ഭാഗമാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? റൗണ്ട് ഓഫ് ചെയ്തിട്ട് 1 ആയിട്ട് എടുക്കണം. അപ്പോൾ ഇത് 4.66 ഒക്കെ ആണെങ്കിൽ നമ്മൾ എത്ര എടുക്കും? 5 ഡയറക്ടേഴ്സിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കണം. ഇനിയിപ്പോൾ ഇതൊരു 4.12 ഒക്കെ ആണെങ്കിൽ 4.4 ഒക്കെ ആണെങ്കിൽ നമ്മളത് റൗണ്ട് ചെയ്തിട്ട് 4 ഡയറക്ടേഴ്സ് ആയിരിക്കും 1/3 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മൾ 1/3 എന്ന് പറയുന്നത് ഫ്രാക്ഷൻ വരികയാണെങ്കിൽ ദ നമ്പർ ഷാൽ ബി റൗണ്ടഡ് ഓഫ് ആസ് 1. നമ്മൾ പറഞ്ഞു ഇവിടെ എവരി ലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്ക് അറ്റ്ലീസ്റ്റ് 1/3 ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് കമ്പനീസ് റൂൾ 2014 വരുന്നുണ്ട്. അത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു റൂൾ 4 ഓഫ് ദ കമ്പനീസ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് റൂൾസ് 2014 വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഫോളോയിങ് ക്ലാസ് ഓർ ക്ലാസ്സസ് ഓഫ് കമ്പനീസ് ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലേ, നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ ഡെഫിനിഷൻ പറയുമ്പോൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് മേ പ്രിസ്ക്രൈബ് ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് എനി ക്ലാസ് ഓർ ക്ലാസ്സസ് ഓഫ് പബ്ലിക് കമ്പനീസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ റൂൾ 4 ഓഫ് ദ കമ്പനീസ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് റൂൾസ് 2014 പറയുന്നുണ്ട് ദ ഫോളോയിങ് ക്ലാസ് ഓർ ക്ലാസ്സസ് ഓഫ് കമ്പനീസ് ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ അവർക്ക് ചുരുങ്ങിയത് 2 ഡയറക്ടേഴ്സ് എന്തായിട്ട് മതി? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് മതി. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ക്ലാസ് ഓർ ക്ലാസ്സസ് ഓഫ് കമ്പനീസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, പബ്ലിക് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 crore rupees ഓർ മോർ. അതായത് 10 കോടി രൂപയോ അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ള പബ്ലിക് കമ്പനി ആണെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം മതി. പിന്നെ വരുന്നത് ടേൺ ഓവർ, ആനുവൽ ടേൺ ഓവർ 100 crore rupees ഓർ മോർ ആണെങ്കിൽ അവർക്ക് 2 ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മതി. പിന്നെ പബ്ലിക് കമ്പനീസ് അവരുടെ അഗ്രഗേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ലോൺ, ഡിബഞ്ചേഴ്സ് ഡെപ്പോസിറ്റ്, അതുപോലെ അത് എക്സീഡിങ് 50 crore rupees ആ കമ്പനികൾക്കും അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ 2 വേക്കൻസീസ് അവിടെ 3 ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പബ്ലിക് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 crore rupees ഓർ മോർ,
public companies having turnover of 100 crore rupees or more than public companies which have in aggregate outstanding loan, debenture and deposits exceeding 50 crores rupees. But they have at least 2 directors as independent directors. ദെൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വുമൺ ഡയറക്ടേഴ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻ്റർമിറ്റൻ്റ് വാക്കൻസീസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ വരികയാണെങ്കിൽ എത്രയും വേഗം തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടതാണ് ഡയറക്ടർ ബോർഡ്. ദെൻ ആ വേക്കൻസി ഉണ്ടായ ആ ഒരു ഡേറ്റ് മുതൽ 3 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ബോർഡിൻ്റെ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് അതിനെ ഉള്ളിലോ ഏതാണോ ആദ്യം വരുന്നത് അതിനകത്ത് ആ ഒരു വാക്കൻസി അവർ ഫില്ല് ചെയ്യേണ്ടതാണ്. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എ ഡയറക്ടർ അതർ ദാൻ എ മാനേജിംഗ് ഡയറക്ടർ ഓർ എ ഓൾ ടൈം ഡയറക്ടർ ഓർ നോമിനി ഡയറക്ടർ. അപ്പോൾ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറോ ഓൾ ടൈം ഡയറക്ടറോ നോമിനി ഡയറക്ടറോ അല്ലാത്ത ഡയറക്ടറാണ് ആര്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പം നമുക്ക് നോക്കാം ആരാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ആരേനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുക എന്നുള്ളത്. അപ്പോൾ അതായത് ദ പേഴ്സൺ who is of integrity and possesses relevant expertise and experience, അല്ലേ? ഇൻറ്റഗ്രിറ്റി ഉള്ള അതുപോലെ തന്നെ റെലവൻറ്റ് എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെ ഇപ്പോൾ ബോർഡിൻ്റെ അഭിപ്രായത്തിൽ സത്യസന്ധനായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഒരിക്കലും കമ്പനിയുടെ പ്രൊമോട്ടർ ആവാനായിട്ട് പാടില്ല. കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെയോ അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനിയുടെയോ അസോസിയേറ്റ് കമ്പനിയുടെയോ പ്രൊമോട്ടർ ആകാനായിട്ട് പാടില്ല, അല്ലേ? ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ്, സ്വതന്ത്ര ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആരുമായിട്ട് ബന്ധം പാടില്ല, കമ്പനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷനും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കമ്പനിയുടെ പ്രൊമോട്ടർ ആകാൻ പാടില്ല, കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെയോ സബ്സിഡിയറി കമ്പനിയുടെയോ അസോസിയേറ്റ് കമ്പനിയുടെയോ ആരാവാൻ പാടില്ല, പ്രൊമോട്ടർ ആകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കമ്പനിയുമായിട്ട് പെക്യൂനിയറി റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. പെക്യൂനിയറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള ബന്ധം, ഫിനാൻഷ്യൽ നമ്മൾ പറയില്ലേ, മോണിറ്ററി പണപരമായിട്ടോ സാമ്പത്തികമായിട്ടോ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ ഹോൾഡിംഗ് സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനിയുടെ അവരുമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ബന്ധം ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പോൾ പെക്യൂനിയറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്, പണപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെയോ അവരുടെ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡിയറി കമ്പനിയുടെയോ അസോസിയേറ്റ് കമ്പനിയുടെയോ പ്രൊമോട്ടേഴ്സോ ഡയറക്ടേഴ്സോ ഒന്നും ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ കറൻറ്റ് ഫിനാൻഷ്യൽ, ഈ പറഞ്ഞിട്ടുള്ള കമ്പനികളുടെയൊക്കെ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുൻപത്തെ 2 ഫിനാൻഷ്യൽ ഇയറുകളിലോ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സോ ഡയറക്ടറോ ആയി ഇരുന്ന ഒരാൾ ആവാനായിട്ട് പാടില്ല. അപ്പോൾ കമ്പനിയുടെ നിലവിലുള്ള സാമ്പത്തിക വർഷത്തിലോ അതിനെ തൊട്ടു മുൻപുള്ള 2 സാമ്പത്തിക വർഷത്തിലോ കമ്പനിയുടെയോ കമ്പനിയുടെ സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനിയുടെയോ ഹോൾഡിംഗ് കമ്പനിയുടെയോ പ്രൊമോട്ടറോ ഡയറക്ടറോ ആയിരുന്ന ആളാവാൻ പാടില്ല ആര്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ദെൻ കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ ഹോൾഡിംഗ് ഓർ സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനിയുമായിട്ടോ സാമ്പത്തിക ബന്ധമുള്ള ആളുകളുടെ റിലേറ്റീവ്സ് ആവാനായിട്ട് പാടില്ല, ക്ലോസ് റിലേറ്റീവ്സ് ആകാനായിട്ട് പാടില്ല.
അപ്പോൾ അതും ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു കമ്പനികളുടെയൊക്കെ ഡയറക്ടർ ബോർഡിലോ അല്ലെങ്കിൽ അവരുടെ പ്രൊമോട്ടേഴ്സൊക്കെ ആയിട്ട് വരുന്ന ആളുകളുണ്ടായിരിക്കുമല്ലോ, അവരുടെ ഒന്നും റിലേറ്റീവ്സ് ആവാനായിട്ട് പാടില്ല. അതും അതിൽ പറയുന്നുണ്ട്. ദെൻ പിന്നെ കമ്പനിയിലെ കീ മാനേജീരിയൽ പേഴ്സൺസ് ഉണ്ടായിരിക്കുമല്ലോ, കീ മാനേജീരിയൽ പേഴ്സണൽസ്, അതുപോലെ കമ്പനിയിലെ എംപ്ലോയീസ്, കമ്പനിയുടെ ഹോൾഡിങ്, സബ്സിഡിയറി, അതുപോലെ തന്നെ അവരുടെ അസോസിയേറ്റ് കമ്പനിയിലൊക്കെ കീ മാനേജീരിയൽ പേഴ്സൺസോ അല്ലെങ്കിൽ എംപ്ലോയീസോ ആയിട്ടുള്ള ആളുകൾ എന്താവാൻ പാടില്ല, ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കാനായിട്ട് പാടില്ല. ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ ആദ്യം പറഞ്ഞത് ബോർഡ് ആൻഡ് ഗവേണൻസിനെ കുറിച്ചിട്ടാണ്. ദെൻ അതിനുശേഷം നമ്മൾ ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ ഡയറക്ടേഴ്സ് ആൻഡ് അപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ ഡയറക്ടേഴ്സ് ആരാന്ന് പറഞ്ഞു, നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു, വുമൺ ഡയറക്ടേഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു, റെസിഡൻറ്റ് ഡയറക്ടർ എന്താണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും അതിലെ ആരാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, അതിലെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലെ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് പറയാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.